നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ ആദ്യപാദ മത്സരത്തിൽ അലിയൻസ് അറീനയിൽ വെച്ച് ഏറ്റുമുട്ടിയപ്പോൾ റയൽ മാഡ്രിഡിനോട് ബയൺ മ്യൂണിക്കിന് വിജയിക്കാൻ കഴിഞ്ഞില്ല. 2-2 സമനില. പഴയ പോലെ എവേ ഗോൾ അഡ്വാൻറ്റേജ് ഒന്നുമില്ല. അതുകൊണ്ട് റയലിന് അധികം അഡ്വാൻറ്റേജ് അവിടെ ലഭിച്ചു എന്നൊന്നും പറയാനില്ല. എന്നാൽ അടുത്ത റൗണ്ട് മത്സരം, രണ്ടാം ലെഗ് മത്സരം സാന്റിയാഗോ ബെർണബൂവിലാണ്. അത് ബയേണിന് ഒട്ടും ഗുണകരമാവില്ല. റയലിനാവട്ടെ അഡ്വാൻറ്റേജുമായിരിക്കും. അപ്പോൾ ഈ കളിക്ക് മുന്നോടിയായിട്ട്, ഇപ്പോൾ ഇന്നലത്തെ കളി കഴിഞ്ഞു, രണ്ടാം ഭാഗത്തിന് മുന്നോടിയായിട്ട് തോമസ് ടൂഷേൽ ഒരു കാര്യം പറയുന്നുണ്ട്. റയലിനോട് വിജയിക്കാൻ പറ്റിയില്ല എങ്കിൽ പോലും അടുത്ത കളി അവരുടെ മൈതാനത്താണെങ്കിൽ പോലും 50-50 ചാൻസ് ആണ് ഇനി. ഇറ്റ്സ് സ്റ്റിൽ 50-50 ഗെയിം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ എനിക്കുറപ്പുണ്ട്, വി വാണ്ട് ടു ഗോ ടു മാഡ്രിഡ്. മാഡ്രിഡിലേക്ക് ഞങ്ങൾക്ക് പോകണം, എന്നിട്ട് വിജയിക്കണം, എന്നിട്ട് അവിടെ നിന്ന് വെംബ്ലിയിലേക്ക് പോകണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് തോമസ് തുഷേൽ വളരെ കൃത്യമായിട്ട് പറയുന്നു. സാന്റിയാഗോ ബെർണാബൂവിലെ കാര്യങ്ങൾ ഒട്ടും എളുപ്പമായിരിക്കില്ല എന്നുറപ്പാണ്. എന്നാൽ പോലും അവിടെ ചെന്നിട്ട് വിജയിച്ചുകൊണ്ട് വെംബ്ലിയിലേക്ക് പോവാനാണ് തൻ്റെ ടീം ഒരുങ്ങുന്നത് എന്ന് തുഷേൽ പറയുമ്പോൾ ആ വാക്കിൽ ആത്മവിശ്വാസം തുളുമ്പുന്നുണ്ട്. എന്നാൽ ബെർണാബൂവിലെ കാര്യങ്ങൾ എളുപ്പമാവില്ല, അതാണ് യാഥാർത്ഥ്യം. ഇപ്പം നാബ്രി കഴിഞ്ഞ കളിയിലും ഗോൾ അടിച്ചില്ല, പക്ഷെ തുഷേൽ അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് ഹാഫിലേ കഴിഞ്ഞുള്ളൂ, രണ്ടാം പകുതി ഇനിയുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ രണ്ടാം പകുതി അങ്ങ് ബെർണാബൂവിലുണ്ടല്ലോ, അവിടെ അവൻ ഗോൾ അടിക്കും എന്നുകൂടി തുഷേൽ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ എന്തായാലും നമ്മൾ കണ്ടു തന്നെ അറിയണം. രണ്ടാം പാദ മത്സരം വരുന്നത് മെയ് 8-നാണ്. ഇന്ത്യൻ സമയം പറയുമ്പോൾ മെയ് 9 പുലർച്ചെ 12:30 ആ കളി വരിക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.